വെരി ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഒരു ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ്റെ സ്പ്രെഡാണ്. 5 കാർഡ് സ്പ്രെഡാണ്. എല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങൾ കാണുമല്ലോ. അപ്പോൾ നിങ്ങളുടെ ഒരു ആഗ്രഹം അത് മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് ടാരോടെ നോക്കിയാലോ. അപ്പോൾ ആദ്യത്തെ കാർഡ്, ഫസ്റ്റ് കാർഡ്, ഏറ്റവും ടോപ്പിലുള്ള കാർഡ് നമ്മുടെ ആഗ്രഹമാണ്. അപ്പോൾ ഒരാഗ്രഹം നിങ്ങൾക്ക് ചിന്തിക്കാം. ഇവിടെ വന്നിരിക്കുന്നത് 3 ഓഫ് വാണ്ട്സ്. 3 ഓഫ് വാണ്ട്സ് പറഞ്ഞാൽ ഇയാൾ പണം സമ്പാദിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് ഇയാളൊരു യാത്രയ്ക്ക് ഒരുങ്ങാണ്. അപ്പോൾ ഫിനാൻസായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഈ കാർഡ് പറയണത് നിങ്ങൾ ശരിയായ ദിശയിലാണ് സഞ്ചരിക്കുന്നത്. കുറച്ചും കൂടി കാര്യങ്ങളെ ദീർഘവീക്ഷണത്തിലൂടെ വിശകലനം ചെയ്യേണ്ട ആവശ്യമുണ്ട്. 3 ഓഫ് വാണ്ട്സ് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ വ്യക്തമായി പ്ലാൻ ചെയ്ത് പണസമ്പാദനത്തിന് വേണ്ടി ഒരു യാത്രയ്ക്ക് ഒരുങ്ങുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അതിപ്പോൾ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹം. ചിലർക്ക് വീടാവും, ചിലർക്ക് കരിയറാവും, ചിലർക്ക് അഡ്മിഷൻ കിട്ടേണ്ടതാവും. അപ്പോൾ അതെന്ത് വേണമെങ്കിലും ആവാം കേട്ടോ. ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് പണസംബന്ധമായിട്ട് ഫിനാൻസായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ആഗ്രഹമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആ വ്യക്തികളുടെ എനർജി എന്താണ്, ഇപ്പോൾ ഉള്ള നിലവിലുള്ള എനർജി നോക്കുമ്പോൾ മൂന്നാമത്തെ കാർഡ് വന്നാണ് ക്യൂൻ ഓഫ് കപ്സ്. ക്യൂൻ ഓഫ് കപ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുകൾ വെല്ലുവിളിയെ നേരിട്ട ആളാണ്. അപ്പോൾ ഇപ്പോൾ ഈ വ്യക്തി ഇമോഷണലി മെച്ചുവേർഡാണ്, കെയറിങ് ആണ്, ഹെൽപ്പിംഗ് ആണ്, കമ്പാഷനേറ്റാണ്, ഹൈലി ഇൻറ്റ്യൂട്ടീവ് ആണ്. അപ്പോൾ ഇവർ ഒരു പക്ഷേ ഒരു കൗൺസിലറൊക്കെ ആവാം. മറ്റുള്ളവരെ കെയർ ചെയ്യുന്ന ആൾക്കാരാണ്, കൗൺസിലിംഗ് ചെയ്യുന്ന ആൾക്കാരാണ്, ഹൈലി ഇൻറ്റ്യൂട്ടീവ് ആണ്. അപ്പോൾ ഈ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് വേണ്ട എനർജി ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ നോക്കിപ്പോൾ 10 ഓഫ് വാണ്ട്സ്, അതായത് ഹാർഡ് വർക്ക് വേണം. ഇവിടെ ഒരാൾ 10 പടികളും വെച്ച് കുമ്പിട്ട് പോണതാണ് കാണുന്നത്. അയാളുടെ ലക്ഷ്യം വീടാണ്. അപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് ഓരോരുത്തർക്കും ഓരോ പാഷനാണ്. അപ്പോൾ ഇവിടെ മെയിൻ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഹാർഡ് വർക്ക് വേണം. അതായത് നമ്മുടെ പാഷൻ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല ഹാർഡ് വർക്ക് വേണ്ടി വരും. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ട എനർജി എന്താണ്? ഹാർഡ് വർക്ക്, പരിശ്രമം. ഇനി അടുത്ത കാർഡ് നോക്കണം. നമ്മൾ ആന്തരികമായി ഈ മാനിഫെസ്റ്റേഷന് വേണ്ടി നമ്മൾ ആന്തരികമായും ബാഹ്യമായും എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തേണ്ടത്. അത് നോക്കുമ്പോൾ അടുത്ത കാർഡ് വന്നത് ക്യൂൻ ഓഫ് സോഡ്സ്. ക്യൂൻ ഓഫ് സോഡ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു സ്വയം സംരംഭകയായുള്ള ഒരു ലേഡിയാണ്. നിറച്ചു ആവാട്ടോ. അപ്പോൾ അതായത് മെൻ്റൽ ക്ലാരിറ്റി ഉള്ള ആളാണ്, കഠിനമായി പരിശ്രമിക്കുന്ന ആളാണ്, അതുപോലെ തന്നെ കഠിനമായി കൺട്രോൾ ചെയ്യുന്ന ആളുമാണ്, ഈഗോ ഉള്ള ആളാണ്, മറ്റുള്ളവരുടെ ഇമോഷൻസിനെ തീരെ കെയർ ചെയ്യില്ല. ഇമോഷൻസിനെ അറിയാമെങ്കിലും അയാൾ ഇൻ്റലക്ച്വലായിട്ട് മാത്രമേ തീരുമാനങ്ങൾ എടുക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ചില മാറ്റങ്ങൾ വരുത്തണം ഇവിടെ. നമ്മുടെ ഈഗോ, ക്യൂൻ കിങ് എന്നൊക്കെ പറഞ്ഞാൽ ഈഗോൻ്റെ ആൾക്കാരാണ്. ഈഗോ മാറ്റി വയ്ക്കണം, ഗ്രൗണ്ടഡ് ആവണം, മറ്റുള്ളവരുടെ ഇമോഷൻസിനെ കുറച്ച് കൺസിഡർ ചെയ്യാൻ ശ്രമിക്കണം, ഫ്ലെക്സിബിൾ ആവണം. ഇൻ്റലക്ച്വലായിട്ട് തീരുമാനങ്ങൾ എടുത്താലും കുറച്ചൊന്ന് ഫ്ലെക്സിബിൾ ആവുക, ഗ്രൗണ്ടഡ് ആവുക, ഈഗോ മാറ്റി വയ്ക്കുക. അങ്ങനെയുള്ള മാറ്റങ്ങൾ ബാഹ്യമായിട്ടും ആന്തരികമായിട്ടും കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. മാനിഫെസ്റ്റേഷൻ നടക്കാൻ വേണ്ടി അത് ആവശ്യമാണ്. അടുത്ത കാർഡ് എന്താണ്? നമ്മൾ എപ്പോൾ മാനിഫെസ്റ്റേഷൻ നടക്കും നമ്മളിങ്ങനെ ചിന്തിച്ചിരിക്കും. ആ ചിന്ത മാറാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നത്? കിങ് ഓഫ് വാണ്ട്സ്. അതായത് നിങ്ങളുടെ പാഷൻ്റെ ലോകത്ത് നിങ്ങൾ ഒരു ലീഡർഷിപ്പ് സ്ഥാനത്തേക്ക് എത്തുക. അതായത് ലോങ് ടേം സക്സസ് നേടാനായിട്ട് ശ്രമിക്കുക. നിങ്ങളിപ്പോൾ കരിയറാണെങ്കിൽ കരിയറിൽ ഹാർഡ് വർക്ക് ചെയ്ത് ഒരു ലീഡർഷിപ്പ് ആവാൻ വേണ്ടി ശ്രമിക്കുക. ഒരു ലോങ് ടേം സക്സസ് നേടുക. മാനിഫെസ്റ്റേഷൻ താനെ നടന്നോളും. കാരണം ശരിയായ ദിശയിലാണ് സഞ്ചരിക്കുന്നതെന്ന് ആദ്യത്തെ കാർഡ് നമ്മളോട് പറഞ്ഞു, ടോപ്പിലെ കാർഡ്, മാനിഫെസ്റ്റേഷൻ്റെ കാർഡ്. അപ്പോൾ ഇതാണ് ടാരോയുടെ ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷന് വേണ്ടിയുള്ള ഗൈഡൻസ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്താൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.